എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഒരു റീഡിങ്ങുമായിട്ടാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. നൽകിയിരിക്കുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആ വ്യക്തിയെ ഓർത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ റീഡിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാം. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ബാധിക്കുമോ, അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യത്തെ ള എന്ന അക്ഷരത്തിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ആ അക്ഷരം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ബാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം റീഡിങ് നടത്തുന്നത്. ഈ ഒരു അക്ഷരത്തെ മുൻനിർത്തിയാണ് പറയുന്നത്. മുൻപ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പൂർവ്വപരിചയങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായി. അന്ന് തേർഡ് പാർട്ടിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. മുൻപ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ ശ്രമങ്ങൾ ഉണ്ടായില്ല. ഇപ്പോഴത്തെ സ്ഥിതി തേർഡ് പാർട്ടിയുടെ സാന്നിധ്യവും അതിൻ്റെ സ്വാധീനവുമാണ്. അതായത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളീ പറയുന്ന സമയത്ത് തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിൽ ഇടങ്കോലിടുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഇടങ്കോലിടാനായിട്ട് ആ തേർഡ് പാർട്ടി കൃത്യമായ പണികളുമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ദിശയും ഈ സ്വാധീനം തുടരുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി പറയാം. തേർഡ് പാർട്ടിയുടെ സ്വാധീനം ഭാവിയിൽ ഇല്ലാതാകും. ഭൂതകാലത്തുണ്ടായിരുന്നില്ല തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം, ഇപ്പോഴുണ്ട്. ഭാവിയിൽ ഇല്ലാതാവും, അതിൻ്റെ ശക്തി കുറഞ്ഞില്ലാതെയായി പോകുമെന്നുള്ളതാണ്. ഭൂതകാലത്ത് നിങ്ങൾക്ക് സന്തോഷകരവും സുഖകരവുമായൊരു പ്രണയ ജീവിതം ഉണ്ടായിരുന്നു, ഇഷ്ടജീവിതം ഉണ്ടായിരുന്നു, ദാമ്പത്യ ജീവിതമാകാം. ഒരുമിച്ച് നിങ്ങൾ ഒരേ തീരുമാനം ഒരുമിച്ചെടുത്തു. പക്ഷെ തേർഡ് പാർട്ടി അതിൽ ഇടങ്കോലിട്ട് വന്നു. തേർഡ് പാർട്ടി അതിൽ പ്രതിസന്ധികളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് തൃപ്തിയും സൗഹൃദവും ഉള്ള ഒരു ഭൂതകാലം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു പ്രശ്നവും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടി അതിലേക്ക് വരികയാണ്. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനമില്ലാതെ നല്ല ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ഒരു അലോസരമില്ലാതെ പോയത്, ഇപ്പോൾ തേർഡ് പാർട്ടി ഒരു ഡീവിൾ പോലെ എത്തിയിരിക്കുകയാണ്. അത് കൃത്യമായി ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി ഒരു ഡീവിളായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുകയാണ്. അതിവിടെ കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയുന്നു. ബന്ധത്തിൻ്റെ നിയന്ത്രണം പോലും തേർഡ് പാർട്ടി കരസ്ഥമാക്കുന്ന രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മോഹഭംഗങ്ങൾ അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്നു, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു. തേർഡ് പാർട്ടിയുടെ സ്വാധീനം ഇവിടെ ശക്തമായിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഈ പറയുന്ന സമയത്ത് തേർഡ് പാർട്ടി നിങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്, പക്ഷെ ഭാവിയിൽ ഈ സ്ഥിതി മാറിപ്പോവാനാണ് സാധ്യത. വികാരപരമായി ശ്രദ്ധിക്കാതെ പോകുന്ന നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ചതി കൃത്യമായി മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ മാത്രമാണ് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുൻപ് വരെ തേർഡ് പാർട്ടി നല്ലതാണെന്ന് നിങ്ങൾ പോലും കരുതിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയാണ് തേർഡ് പാർട്ടി ദുരുപയോഗം ചെയ്തത്. ഇത് കൃത്യമായ റീഡിങ്ങാണ്, നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി നോക്കുന്നതാണ്. ഈ കാർഡുകൾ, അല്ലെങ്കിൽ ഈ അക്ഷരം പ്രകാരം തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ബാധിച്ചിരിക്കുന്നു. ഒരു ഡീവിൾ പോലെ, ഒരു ചെകുത്താനെ പോലെ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ആകർഷിക്കുകയും, നിങ്ങളുടെ വ്യക്തിയിൽ ആകർഷിക്കുകയും, നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും, അതിൽ തേർഡ് പാർട്ടി ഒരു ഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ഈ തേർഡ് പാർട്ടിയുടെ ഈ കരാള ഹസ്തങ്ങൾ മൂലം, തേർഡ് പാർട്ടിയുടെ ഈ ചെകുത്താൻ പിടുത്തത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെടുന്നു. അത് നിങ്ങൾ രക്ഷപ്പെടുന്നതിനും നിങ്ങളുടെ ബന്ധം വളരുന്നതിനും തുല്യമാണ്. അപ്പോൾ മുൻപുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉണ്ട്, ഭാവിയിൽ ഉണ്ടാകില്ല തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനം. നിങ്ങൾ അതിജീവിക്കുമെന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്ന കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു വിഷമവും വേണ്ട. തേർഡ് പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ അക്ഷരത്തിൻ്റെ, ഇല്ലെന്ന അക്ഷരത്തിൻ്റെ റീഡിങ്ങാണ് നാം പറയുന്നത്. ഭൂതകാലം, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യം വളരെ കാര്യക്ഷമമായ ബന്ധം നിലനിന്നിരുന്നു. ഇവിടെയും തേർഡ് പാർട്ടിയുടെ ഒരു പിടുത്തമുണ്ട്. തേർഡ് പാർട്ടിക്ക് മുമ്പ് കാര്യക്ഷമമായ ബന്ധമായിരുന്നു. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു, നിങ്ങളുടെ വ്യക്തിക്ക് സാധിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളും തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു.
ആ ബന്ധത്തെ തകർക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ 3 വാളുകളെ പോലെ തേർഡ് പാർട്ടി 3 വശത്ത് നിന്ന്, അല്ലെങ്കിൽ 3 പേരുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം ഒന്നുകിൽ 3 പേരുണ്ടാകാം, അല്ലെങ്കിൽ 3 വശത്ത് നിന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നതാകാം, അല്ലെങ്കിൽ 3 തവണകളായി നിങ്ങളെ വേദനിപ്പിക്കുന്നതാകാം. ഏതായാലും 3 എന്നൊരക്കം അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ഈ തേർഡ് പാർട്ടിയുടെ ശല്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. കൈവിട്ടു പോയ എന്നൊരു ഭയവും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നിലവിൽ നിങ്ങൾക്ക് ദുഃഖവും സംശയവും തോന്നുന്നു. തീർച്ചയായിട്ടും ഭയപ്പെടാതിരിക്കുക. കാരണം വർത്തമാനകാലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്ത് മാത്രമാണ് ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം വിജയിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ വിജയിക്കാൻ സാധിക്കും. അതിൻ്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഭാവിയിൽ സമാധാനവും ആത്മവിശ്വാസവും വീണ്ടെടുക്കുന്നു. ഈ റീഡിങ് പോസിറ്റീവായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാവി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞത് ഭാവിയിൽ സമാധാനവും ആത്മവിശ്വാസവും വീണ്ടെടുക്കുന്നു. അത് 2 വാക്ക് മതി ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം. ഭാവിയിൽ നിങ്ങൾ വിജയിക്കും. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് അതീതമായി നിങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭാവിയിൽ ആത്മവിശ്വാസവും സമാധാനവും വീണ്ടെടുക്കുന്നു. കാരണം സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. കൃത്യമായിട്ടറിയാം, നിങ്ങളെ കാണേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ അറിയേണ്ട. പക്ഷേ ഇവിടെ ഈ റീഡിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യം പറയുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ശരിയായ പരിഹാരം കണ്ടെത്താൻ കഴിയണം. അനാവശ്യമായി ഒരാളെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക. അത് എത്ര നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതായിരിക്കും, എത്ര ഭൗതികമായ ഗുണം നൽകുന്നതാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുക. ആരെയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ട. ഇപ്പോൾ ബുദ്ധിമുട്ടും ദുഃഖവും ഉണ്ടാവും, പക്ഷേ ഭാവിയിൽ അത് വീണ്ടെടുക്കും. ഉത്തമമായ പരിഹാരം ഉണ്ടാവും. നിസ്സാര പരിഹാരമല്ല. ദി എംപ്രസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഘട്ടത്തിൽ നിങ്ങളെ ആഴത്തിൽ പിടിച്ചു കുലുക്കിയ ആ വിഷമത്തെ അതിജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വളരെ വികാരപരമായ വീണ്ടെടുക്കലും ആത്മവിശ്വാസവും ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാൻ ശ്രമിച്ച ആ തേർഡ് പാർട്ടി അതിനെ ഉന്മൂലനം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഈ 2ാമത്തെ പൈൽ സ്വീകരിച്ചിരിക്കുന്നവരോട് കൃത്യമായി പറയാനുള്ളത്, നിങ്ങളെ കുഴപ്പിച്ച, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങൾ പോസിറ്റീവ് എനർജിയെ കൃത്യമായി വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ സംരക്ഷിക്കും. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവ് എനർജി നൽകിയ കരുത്തിൽ, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയ അനുഗ്രഹത്താൽ, ആ സംതൃപ്തിയാൽ നിങ്ങൾ ആ തേർഡ് പാർട്ടിയുടെ എല്ലാ കളികളും ഒരൊറ്റയടിക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാം കണ്ടുപിടിച്ച് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മോചനം കിട്ടുന്ന രീതിയിലേക്ക് എത്തുന്നു. കാരണം മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് 3 ദിശകളിൽ നിന്നും 3 പ്രാവശ്യമോ 3 പേരായോ വന്ന് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചു. ആ തകർക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടെന്നറിയാം. ഈ വിഷയത്തിൽ നിങ്ങളിപ്പോൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടെന്നറിയാം. ആ വേദനകളൊക്കെ മാറി നിങ്ങൾ വളരെ പോസിറ്റീവോടുകൂടി എത്തും. എല്ലാ പ്രവർത്തനങ്ങളും, തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മുക്തി ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.